സോവിയറ്റ് മാതൃകയിലാണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിച്ചു തുടങ്ങിയത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് 1951-56 കാലഘട്ടത്തിലേക്കുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഗുൽസാരിലാൽ നന്ദയായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ. സാമ്പത്തിക വിദഗ്ധരായിരുന്ന റോയ് എഫ് ഹരോദും ഇഫ്സെ ദോമറും വികസിപ്പിച്ചെടുത്ത ഹരോദ് ദോമർ സാമ്പത്തിക മാതൃകയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്നത്. പ്രാഥമിക മേഖലകളുടെ വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യാനന്തര പ്രശ്നങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും ഇന്ത്യയുടെ സാമ്പത്തിക നില തീരെ പരുങ്ങലിലാക്കിയിരുന്നു. 2069 കോടി രൂപയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഇത് 2378 കോടി രൂപയായി ഉയർത്തി. ബക്ര, ഹിരാക്കുഡ്, മേട്ടൂർ, ദാമോദർ വാലി ഡാമുകൾ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, IIT-കൾ, ഉരുക്ക് പ്ലാന്റ് കരാറുകൾ എന്നിവയും ഈ കാലഘട്ടത്തിലെ എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ്. 2.1% വളർച്ച ലക്ഷ്യമിട്ടുവെങ്കിലും 3.6% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. മൺസൂൺ കാലത്ത് നല്ല മഴ ലഭ്യമായതിനാൽ കാർഷിക മേഖലയ്ക്ക് മികച്ച വളർച്ചയുണ്ടായി. So far as we are concerned, we are definitely committed to encouraging science and technology. Encouraging it not only in its various technical fields, but to build up the scientific temper, a scientific approach to life's problems.